നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസിന് കീഴിൽ 160 റേഷൻ കടകളിലൂടെ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ തിരൂരിനടുത്ത് കടങ്ങാത്തുകൊണ്ട് സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ സൂക്ഷിച്ച 2,78,00,000 രൂപ വിലമതിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് കാണാതായത്. മറിച്ചുവിറ്റതായാണ് സൂചന. പച്ചരി, പുഴുക്കലരി, ആട്ട, ഗോതമ്പ്, കുത്തരി എന്നിവയാണ് കാണാതായത്. ചമ്രോട്ടം പാർക്കിലെ ശുചിമുറിയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആലത്തൂർ പാറശ്ശേരി സ്വദേശി ചെറിയേരി പീടിയേക്കൽ കാസിമിനെയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടത്. തിരൂർ MES സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാറും പബ്ലിക് റിലേഷൻ ഓഫീസറും ആകാശവാണിയിലെ മുൻ വാർത്താ അവതാരകനുമായ സക്കറിയ MV ക്ലാസിന് നേതൃത്വം നൽകി. വെട്ടം AHMLP സ്കൂളിൽ 2024-25 വർഷത്തെ പ്രഥമ PTA ജനറൽ ബോഡിയും LSS ജേതാക്കൾ USS SSLC ഫുൾ A+, ഹയർ സെക്കൻഡറി ഫുൾ A+, നീറ്റ് എൻട്രൻസ് പരീക്ഷ എന്നിവയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾ, വായനാ വാരാഘോഷ മത്സര വിജയികളായ പ്രതിഭകൾ എന്നിവരെ ആദരിച്ചു. തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് ഫീസ് കുത്തിനെ ഉയർത്തിയ റെയിൽവേ അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് DYFI തിരൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവിനോടൊപ്പം കുട്ടികൾ നേടേണ്ട സഹജീവി സ്നേഹവും കാരുണ്യവും ഒരുമയും വളർത്താൻ ഒതുങ്ങുന്ന തരത്തിൽ പൊന്മുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പദ്ധതിയാണ് സഹപാഠിക്കൊരു കൈത്താങ്. പദ്ധതിയുടെ ഈ വർഷത്തെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് R. അബ്ദുൽ ഖാദർ, SMC ചെയർപേഴ്സൺ കുണ്ടിൽ ഹാജര ഫണ്ട് നൽകി നിർവഹിച്ചു. തിരൂർ ജില്ലാശുപത്രി ഗേറ്റിന് സമീപം നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയതായി പരാതി. മുത്തൂർ സ്വദേശി പട്ടയത്ത് മധുവിന്റെ ഉടമസ്ഥതയിലുള്ള KL 55F 4387 എന്ന നമ്പറിലുള്ള പാഷൻ പ്രോ ബൈക്കാണ് മോഷണം പോയത്. കൊടക്കൽ ടൈൽ ഫാക്ടറിയിലെ മിച്ച ഭൂമിയിൽ നിന്നും ലഭ്യമായിട്ടുള്ള ഭൂമിയുടെ പട്ടയം ലഭിച്ച് 2 വർഷമായിട്ടും നികുതി അടയ്ക്കാൻ സാധിക്കാത്ത 80ഓളം കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അത് സാധ്യമാക്കുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിയമസഭയിൽ അറിയിച്ചു. കുറ്റിപ്പുറത്ത് വൻ കഞ്ചാവ് വേട്ട. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 5 കിലോ കഞ്ചാവുമായി തിരൂർ BP അങ്ങാടി സ്വദേശി ജാബിറാണ് കുറ്റിപ്പുറം പോലീസിന്റെ പിടിയിലായത്. അംഗനവാടി ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITO മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. NDA ഭരണത്തിന്റെ തണലിൽ നടക്കുന്ന ജനദ്രോഹ ഭരണത്തിനെതിരെ SDPI രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി SDPI തിരൂർ മണ്ഡലം കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നിരവധി പ്രവർത്തകർ പങ്കാളികളായി. സർക്കാർ കുരുക്കിൽ തദ്ദേശ ഭരണം വഴിമുട്ടുന്നു. ഒപ്പുമതിൽ സംഘടിപ്പിച്ച ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ്. വെട്ടം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് P. സൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.